ഹലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ സൈഡിലുള്ള ഒരു വ്യൂ. അവിടെ ഫുള്ള് ഇതന്നെ, ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഫുള്ള് കെട്ടിട സമുച്ചയങ്ങളാണ്. കെട്ടിടം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ്, പിന്നെ ഫുള്ള് വാടകയ്ക്ക് താമസിക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. മഴ വന്നിട്ട് ബാൽക്കണിയിൽ ഫുള്ള് മൊത്തം വെള്ളമാണ്. മഴ ഇപ്പം കുറച്ച് മാറിയതേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ പുറത്തത്തെ കാഴ്ചകൾ കണ്ട് ഇരിക്കുകയാണ്. ഇവിടെയാണ് ഞങ്ങളുടെ പ്രധാന ലൊക്കേഷൻ. പുറത്തുള്ള കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. ഇവിടെ അടുത്തൊരു കടലുണ്ട്. ആ കടലിൽ നിന്ന് കാറ്റ് ഇങ്ങോട്ട് ഇങ്ങനെ വരും. അപ്പം നല്ല സുഖമാണ്. അപ്പോൾ കാറ്റും കൊണ്ട് ഇരുന്നാൽ മതിയാ, ഫുഡാക്കണ്ടേ. അപ്പോൾ ഇന്നാക്കാൻ പോകുന്നത് ചെമ്മീൻ ചോറ്, ചെമ്മീൻ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. ചെമ്മീൻ ചോറും ബിരിയാണിയും കലർന്നൊരു പരിവാണ്. അപ്പം കുക്കറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ ചൂടായി നെയ്യിട്ട് കുറച്ച്, പിന്നെ കറുവപ്പട്ട മറ്റേ അങ്ങനത്തെ സാധനങ്ങളിൽ ഗരം മസാല സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ സ്മെല്ല് റിലീസ് ചെയ്യാനാണ്. അപ്പോൾ അതിങ്ങനെ വഴറ്റിയെടുക്കുക. അത് കറുവപ്പട്ടേൻ്റെ ഇലയും കൂടെ നല്ല മണമായിരിക്കും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും തിരക്കിൽ ഓട്ടമല്ലേ. അപ്പോൾ ഓട്ടപ്പാച്ചിലിനിടയിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പിട്ടിട്ട് സെറ്റാക്കിയിട്ട് നമുക്കത് ചോറ് വേവാൻ വെക്കാം. ഏകദേശം ഒരു 2 വിസിലൊക്കെ മതിയാവും. ചോറ് പടേന്ന് പറഞ്ഞ് വീഴും. അപ്പോൾ അതാ വെന്തിട്ടുണ്ട്. ആഹാ, നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ല, അധികം കുഴഞ്ഞ വരുവല്ല, അധികം കൂടിയ വരുവല്ല. അപ്പം ഇങ്ങനെ നമുക്കെടുക്കാം. ഈ അരിയുടെ പ്രത്യേകം നല്ല സ്മെല്ലായിരിക്കും അല്ലേ. ആഹാ, എന്താ പറയുക, ഇത് മാത്രം മതി ചോറുണ്ടെന്ന് പറഞ്ഞ പോലെ. അപ്പം ഇനി നമുക്ക് ചെമ്മീൻ ശരിയാക്കാം. അപ്പോൾ ഇത്രയും ചെമ്മീനുണ്ട്. അപ്പോൾ കുറച്ചെടുത്തിട്ട് നമ്മൾ ബിരിയാണി എന്ന് പറയാം, ചെമ്മീൻ ബിരിയാണിക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം അത് നന്നാക്കിയിട്ട് അതിലേക്ക് ഉപ്പിട്ടു. പിന്നെ ഇതാണ് നമ്മുടെ മുളക് ഡബ്ബ. കുറേ കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള മുളക് നമ്മൾ ഒരുമിച്ച് പൊടിച്ച് വെക്കലാണ് കേട്ടോ, സ്റ്റീലിൻ്റെ പാത്രത്തിൽ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മുളക് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് മുളക്. ഇതാണ് നമ്മുടെ സ്റ്റീലിൻ്റെ ഡബ്ബ. പിന്നെ ഇത് മഞ്ഞളാണ്. മഞ്ഞൾ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്, ഒന്നിച്ച് പൊടിപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ഡബയിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പോയതുകൊണ്ടാണ് വലുതെന്ന് കോരുന്നത് കേട്ടോ. അങ്ങനെ ഇത് മിക്സാക്കുക. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും. നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മിയതിന് ശേഷം നമുക്ക് ഇതും കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഒരു ചെമ്മീൻ ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ എണ്ണയിലേക്ക് അതിൻ്റെ ആ ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റ് ഇറങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് പൊരിച്ചെടുക്കാം. ചെമ്മീൻ ഒരുപാട് വെള്ളമുണ്ട് കേട്ടോ. ആ വെള്ളമൊക്കെ ഇങ്ങനെ വരും. അതൊന്നും കുഴപ്പമില്ല, വെള്ളം നിറയെ ടേസ്റ്റ് വെള്ളമായിരിക്കും. അപ്പോൾ അതിലോട്ട് നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, നമ്മുടെ മസാല എങ്ങനെയാണ്, ബിരിയാണി മസാല എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഉള്ളി ഇടുക, തക്കാളി ഇടുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. എന്നിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിലടിക്കുക. ഒരു വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ദമ്മ് ചെയ്യലാണ് പരിപാടി. അപ്പോൾ ഇതും കൂടി ആകുമ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ ബിരിയാണി, ചെമ്മീൻ ചോറ് സെറ്റ് ഫുള്ള് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിന് റൈത്ത യൂസ് ചെയ്യാം, നല്ല ടേസ്റ്റാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ പക്ക അടിപൊളി. അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഓക്കെ. അപ്പം ആഹാ, എന്താ ടേസ്റ്റ് അറിയാം. നല്ല ചെമ്മീൻ്റെ ആ ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പം അതൊക്കെ കൂട്ടി ഒരു പിടിയെണ്ണ ഞാൻ പിടിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മധുരം തിന്നാണ്ട പൂതി വന്നു. ആർക്കെങ്കിലും ഉണ്ട് ഈ ഒരു അസുഖം?
ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മധുരത്തോട് ഭയങ്കര ഒരു ആർത്തിയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ മാംഗ്ലൂർ സ്പെഷ്യൽ ക്ഷീരയാണോ എന്തോ ഇവർ പറയും, ക്ഷീര എന്നാണ് തോന്നുന്നത്. നമ്മളെ കേസരിയില്ലേ, അതിന് സംഭവം റവ കേസരി. അപ്പോൾ അതാണ് കഴിക്കുന്നത്. അതായത് ഞാനും മോളിങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ പൈനാപ്പിൾ ക്ഷീര കിട്ടും, അതാണ് ഏറ്റവും അടിപൊളി. അപ്പം നമ്മളിതൊക്കെ കഴിച്ച് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും വ്യത്യസ്തങ്ങളായിട്ടുള്ള മാംഗ്ലൂർ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബായ്.